അസ്സലാമു അലൈക്കും. പ്രിയ സഹോദരങ്ങളെ, ഓർക്കപ്പെടാൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിന് ഏറ്റവും സന്തോഷം നൽകേണ്ടത്, അവനെ ഏറ്റവും ആഗ്രഹിക്കേണ്ടത്, അവനെ ഏറ്റവും ഉദ്ദിഷ്ട സ്ഥാനത്തേക്ക് എത്താൻ ആഗ്രഹിക്കുന്നത് പ്രവാചക പ്രഭുവിൻ്റെ ജന്മവും ജന്മദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന സൽക്കർമ്മങ്ങളുമാണ്. എന്നാൽ നമ്മൾ സുന്നികൾ ചെയ്യുന്ന മൗലിദ് കർമ്മത്തിൻ്റെ വിധി എന്താണെന്ന് ചോദിച്ചാൽ അത് സുന്നത്തുമാണ്, ബിദ്അത്തുമാണ്. സുന്നത്ത് പറഞ്ഞാൽ പ്രതിഫലാർഹമായത്, പ്രവർത്തിച്ചാൽ കൂലിയുള്ളത്, ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തത്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ നബിൻ്റെ കാലത്തില്ലാത്തതും എന്നാൽ പ്രമാണബദ്ധമായതും. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന ഫലഹു അജ്റുഹു അജ്റു മൻ അമല ബിഹി. ആരെങ്കിലും ഒരു നല്ല ചര്യ തുടങ്ങിയാൽ അത് പ്രവർത്തിച്ചതിനെ പോലത്തെ ഒരു പ്രതിഫലം എന്തുണ്ട്, അത് തുടങ്ങിയവനുണ്ട് എന്ന ഹദീസിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്തില്ലാത്ത എല്ലാവരും നിരാക്ഷേപം ചെയ്തു പോരുന്ന നല്ല കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയും പോലെ സുന്നികളും മുജാഹിദുകളൊക്കെ പള്ളിക്ക് കാണാം ഈ വലിയ മിമ്പർ എന്നതുപോലെ മിഹ്റാബ്, ഇതൊന്നും റസൂലുള്ളാഹിൻ്റെ കാലത്തില്ലാത്തതാണ്. ഇത് മിനാരം, ഈ മിനാരത്തിന് വേണ്ടി നമ്മൾ പായ്ച്ചെലവാണ്, പൈസ ചിലവാക്കുന്നില്ലേ? അതുകൊണ്ട് എന്ത് ഉപകാരമുള്ളത്? ഇങ്ങനെ ചോദിക്കുന്നവർക്ക് ഇതിൽ ദീനിൻ്റെ അടിസ്ഥാനമല്ല, ദീനിൻ്റെ ഷിയാറുകളെ പിച്ച് ചീതി ഇതൊന്നും അതിൽപ്പെട്ടതല്ല. എന്നതുപോലെ മദ്രസ അധ്യാപകനും നല്ല നല്ല നിലക്ക് മദ്രസകൾ ഈ ഓരോ സിലബസ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ എന്ത് ചെയ്യുക, ഓരോ വിഷയങ്ങൾ അത് എന്താ ചെയ്യുക, ഇതൊക്കെ എന്താണ്, ഈ സുന്നത്തുമാണ് ബിദ്അത്തുമാണ്. അതിന് സുന്നത്തിനും ബിദ്അത്തിനും എത്രയോ ഉദാഹരണങ്ങൾ, നൂറുകണക്കിന് ഉദാഹരണങ്ങൾ പറയാൻ എനിക്ക് തന്നെ സാധിക്കും. അപ്പോൾ സുന്നത്ത് എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചാൽ കൂലിയുള്ളത്, ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തത്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഇതേ രൂപത്തിൽ റസൂലുള്ളാഹിൻ്റെ കാലത്തില്ല, എന്നാൽ പ്രമാണബദ്ധമാണ് താനും. ഉദാഹരണമായിട്ട് നബിൻ്റെ കാലത്ത് ഈ നബിനോട് തിങ്കളാഴ്ചത്തെ നോമ്പിനെ സംബന്ധിച്ച് ചോദിച്ചു. ഫിഹി വുലിത്തു, ആ ദിവസം എന്നെ പ്രസവിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പം ആ ദിവസത്തിനും അതൊരു ആദരവ് റസൂലുള്ള അങ്ങനെ കൽപ്പിച്ചെങ്കിൽ എന്നെ ഇങ്ങനെ എന്നെ ഇങ്ങനെ നിങ്ങൾ ആദരിക്കണം, ഇന്ന ജന്മദിനം കൊള്ളണം എന്നൊന്നും ഹദീസിലുണ്ടാവില്ല. കാരണം എന്താണ്, നബിനെ ആദരിക്കാനും ബഹുമാനിക്കാനും വേണ്ടിയിട്ടല്ല നബി ഇവിടെ പഠിപ്പിച്ചത്. പക്ഷേ നബിനെ ആദരിക്കണം, നബിനെ ബഹുമാനിക്കണം എന്ന് ഖുർആനിലൊന്നും ഹദീസൊന്നും കണ്ട സഹാബാക്കൾ നബിനെ എന്നും ബഹുമാനിച്ചു. എപ്പോഴും നബിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കൽ ഇബാദത്താണെന്ന് മനസ്സിലാക്കി. സ്വന്തം ശരീരത്തിനേക്കാൾ അവിടുത്തെ ശരീരത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് അമ്പുകൾ വരുമ്പോൾ സഹാബാക്കൾ അവർ നബിൻ്റെ നേരെ ചീറ്റി വരുന്ന അമ്പുകൾ ശരീരം കൊണ്ട് തടുത്തു, അങ്ങനെ ഷഹീദായി. എത്ര രംഗങ്ങൾ. എന്നാൽ ഈ മാസത്തിൽ, റബീഉൽ അവ്വൽ മാസത്തിൽ നബിൻ്റെ മദ്ഹ് പറയുകയും നബിൻ്റെ അപവാദങ്ങൾ വാഴ്ത്തി പറയുകയും ഇങ്ങനെ ഒരു റസൂൽ ജനിച്ചിട്ടുണ്ടെന്നും ഇത് പൊതുജനങ്ങളിലേക്കൊരു ഈ നമ്മുടെ നാട്ടുനടപ്പ് പ്രകാരമെങ്കിലും ഈ നാട്ടിൽ ഒരു പ്രബോധന രൂപം, എല്ലാവരും ആഗ്രഹിക്കുന്ന, എല്ലാവരെയും ഇഷ്ടപ്പെടുത്തുന്ന ഒരു പ്രബോധന രൂപം, എന്താ, റസൂലുള്ള ജനിച്ച ദിവസം, ഇന്ന് അവരെ നബിദിനമാണ് എന്ന് പറഞ്ഞാണ്ട് ജാതി മതഭേദമന്യേ എല്ലാവർക്കും ഈ നബിൻ്റെ ഒരു സന്ദേശവും നബി ദിനത്തിൻ്റെ